പ്രീവിയസ് ലെസണിൽ നമ്മൾ എങ്ങനെ സ്പ്ലാഷ് സ്ക്രീൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാമെന്ന് പഠിച്ചു. ഈ ഒരു ലെസണിൽ നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡാകുന്നു. അതിനുശേഷം ഒരു വെബ്സൈറ്റ് നമ്മുടെ ആപ്പിനുള്ളിൽ ലോഡാകുകയാണ് യൂസിങ് വെബ് വ്യൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ഡെമോ ആപ്ലിക്കേഷൻ കാണാം. kodia.dev എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഈ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് വെബ് വ്യൂ ആണ്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ദെൻ pub.dev എന്ന് സെർച്ച് ചെയ്യുന്നു. pub.dev ഫസ്റ്റ് റിസൾട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ഫ്ലട്ടറിന് ആവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസീസ്, നമുക്ക് പാക്കേജസ് ഒക്കെ കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന വെബ്സൈറ്റാണ് pub.dev എന്ന് പറയുന്നത്. ഇതിൽ വെബ് വ്യൂ എന്ന് സെർച്ച് ചെയ്യാം. വെബ് വ്യൂ, തുടർന്ന് വരുന്ന ഫസ്റ്റ് റിസൾട്ടുകൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കോപ്പി ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിപ്പെൻഡൻസിയുടെ വേർഷൻ സഹിതം നമുക്ക് ലഭിക്കും. എന്നിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ pubspec.yaml ഫയലിൽ വരിക. ഏറ്റവും മുകളിൽ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കുപ്പട്ടിഞ്ഞോ ഐക്കൺസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അതിന് താഴെ തന്നെ നമ്മുടെ ഇത് നമ്മൾ കോപ്പി ചെയ്ത ഡിപ്പെൻഡൻസി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, മാക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കമാൻഡ് വി പ്രസ് ചെയ്യാം. വിൻഡോസ് ആണെങ്കിൽ കൺട്രോൾ വി പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പബ്കെറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, YAML ക്ലോസ് ചെയ്യാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒരു പുതിയ ഡാറ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫയലിൻ്റെ പേര് വെബ് ആപ്പ് എന്നാണ്, വെബ് app.dart. ഓക്കെ, ഇതിൽ എൻ്റെ മെറ്റീരിയൽ ലൈബ്രറി ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് മെറ്റീരിയൽ ഡാറ്റ്. അതിനുശേഷം ഞാൻ എൻ്റെ മെറ്റീരിയൽ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ മെയിൻ ഫംഗ്ഷൻ നൽകുന്നു. void main run app web app. ഇനി എൻ്റെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് വെബ് ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഒരു ബിൽഡ് നൽകാം. ഓക്കെ, ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റിട്ടേൺ മെറ്റീരിയൽ ആപ്പ്. ഓക്കെ, ഞാൻ തീം നൽകുന്നു. തീം ഡാറ്റ, പ്രൈമറി സ്വാച്ച്, ഞാൻ എൻ്റെ മെറ്റീരിയൽ അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ തീം ഡാറ്റ ഞാൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഹോം നൽകുന്നു. ഹോം സ്കാഫോൾഡ്, സ്കാഫോൾഡിന് ആപ്പ് ബാർ നൽകുന്നു. ആപ്പ് ബാർ, അപ്പോൾ ടൈറ്റിൽ ടെക്സ്റ്റ് വിഡ്ജറ്റ് നൽകുന്നു. അതിൻ്റെ അകത്ത് എൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് നൽകുകയാണ്, കോഡിയ. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ബോഡി പാരാമീറ്റർ നൽകുന്നു. അതിൻ്റെ വെബ്സൈറ്റ് എന്ന് കോൾ ചെയ്യുന്നു. ഓക്കെ, അതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ്. ഞാൻ ജസ്റ്റ് വെബ്സൈറ്റ് എന്ന് നൽകിയതെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീബഗ് ഷോ ചെക്ക്ഡ് മോഡ് ബാനർ ഫോൾസ് ആക്കി സെറ്റ് ചെയ്യാം. അതുകൂടെ ഞാൻ സെറ്റ് ചെയ്യണം. ഡീബഗ് ഫോൾസ്. ഓക്കെ,
ഇനി എന്താണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്? വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ലൈഡ്ലെസ് വിഡ്ജറ്റാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്ലാസ് വെബ്സൈറ്റ് എക്സ്റ്റെൻസ് stateless widget. ഓക്കെ, ഈ വിഡ്ജറ്റ് റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു വെബ് വ്യൂ ആയിരിക്കും. ഓക്കെ, ഇവിടെ വെബ്സൈറ്റ് എന്ന് എസ് ക്യാപിറ്റലാണ് നൽകിയത്, ഞാൻ എസ് സ്മോൾ ആക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിവിടെ റിമൂവ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ. എൻ്റെ ഒരു വിഡ്ജറ്റാണ് ഞാൻ റിട്ടേൺ ചെയ്യുന്നത്. ഏത് വിഡ്ജറ്റ് ആയിരിക്കും ഞാൻ റിട്ടേൺ ചെയ്യുക? വെബ് വ്യൂ എന്ന് പറയുന്ന വിഡ്ജറ്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. വെബ് വ്യൂ. ഓക്കെ, വെബ് വ്യൂ എന്ന് പറയുന്നതിൻ്റെ ഡിപ്പെൻഡൻസി നമ്മൾ യാമലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അതിനെ ഇമ്പോർട്ട് ചെയ്യാം. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വെബ് വ്യൂ _flutter.dart എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ URL ആണ്. അതായത് എനിക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട, എൻ്റെ ആപ്പിനുള്ളിൽ ലോഡ് ചെയ്യേണ്ട URL ആണ് എനിക്ക് ഇവിടെ നൽകേണ്ടത്. നൽകുന്നു. ഇനീഷ്യൽ URL കോഴ്സിൽ ആണ് ഞാൻ എൻ്റെ URL നൽകേണ്ടത്. https:// നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നൽകാവുന്നതാണ്. ഞാനിവിടെ കോഡിയയാണ് നൽകുന്നത്. kodia.dev. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് റൺ ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ screen1.dart വന്നിട്ട് ഞാൻ എൻ്റെ ഈ ഒരു വെബ് ആപ്പ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ നാവിഗേഷൻ റൗട്ടിൽ നൽകുകയാണ്. ഓക്കെ, സ്ക്രോൾ ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ web-app.dart എന്ന് പറയുന്ന ഫയൽ റൺ ചെയ്യാവുന്നതാണ്. ഞാൻ screen1.dart ഈ my app screen 2 എന്ന് പറയുന്ന വിഡ്ജറ്റിന് പകരമായിട്ട് ഞാൻ വെബ് ആപ്പ് യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാനത് ഇവിടെ നിന്ന് ഇത് റിമൂവ് ചെയ്യുന്നു. അതിന് ശേഷം വെബ് ആപ്പ് നൽകുന്നു. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. screen_1.dart. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുശേഷം ഈ സ്ക്രീൻ 4 സെക്കൻഡ് ആകുമ്പോഴേക്കും റീപ്ലേസ് ചെയ്യപ്പെടുന്നു. എന്നിട്ട് നമ്മുടെ വെബ് വ്യൂവിലൂടെ നമ്മുടെ kodia.dev എന്ന് പറയുന്ന വെബ്സൈറ്റ് ലോഡ് ചെയ്തിരിക്കുകയാണ്.